Welcome all to your show Ask Dr. Mims. ഏതാനും വർഷങ്ങളായി പുതിയ ഇനം പനി രോഗങ്ങൾ വ്യാപകമായി പടരുകയും ഭീതി പരത്തുന്ന രീതിയിൽ മാരകമാവുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുകയും പനി വരാതെ സൂക്ഷിക്കുകയുമാണ് അഭികാമ്യം. പനി പിടിപെട്ടാൽ ശരിയായ ചികിത്സ തേടുകയും സങ്കീർണമാകാതെ ഭേദപ്പെടുത്തുകയുമാണ് വേണ്ടത്. ഒരിക്കലും സ്വയം ചികിത്സയ്ക്ക് മുതിരരുത്. ശരീരത്തിന്റെ ചൂട് സാധാരണ നിലയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന അവസ്ഥയാണ് പനി. പനി ഒരു രോഗമല്ല, രോഗലക്ഷണം മാത്രമാണ്. പനിക്ക് കാരണമായ രോഗമേതാണെന്ന് തിരിച്ചറിയുന്നത് ചികിത്സയ്ക്ക് പ്രധാനമാണ്. എലിപ്പനി, ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ, മലമ്പനി മുതലായവ മഴക്കാലത്തെ പ്രധാന പനി രോഗങ്ങളാണ്. എലികൾ, പൂച്ച, പട്ടി, പന്നി, കന്നുകാലികൾ എന്നിവയുടെ മൂത്രത്തിലൂടെയാണ് എലിപ്പനിയുടെ രോഗാണുക്കൾ പകരുന്നത്. ശക്തമായ തലവേദന, പേശിവേദന, തൊലിപ്പുറത്തെ തടിപ്പുകൾ, ഓക്കാനവും ഛർദിയും, വയറുവേദന, മഞ്ഞപ്പിത്തം, ചുമ, രക്തസ്രാവം തുടങ്ങിയവ എലിപ്പനിയുടെ പ്രധാന ലക്ഷണങ്ങളാണ്. ശരിയായ ചികിത്സ തുടക്കത്തിലേ ലഭിച്ചില്ലെങ്കിൽ കരൾ, വൃക്കകൾ, ശ്വാസകോശം, ഹൃദയം എന്നീ അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും രോഗം മാരകമാവുകയും ചെയ്യും. ഈഡിസ് വിഭാഗത്തിലെ പെൺകൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. കൊതുക് കടിയേറ്റ് 3 മുതൽ 14 ദിവസങ്ങൾക്കുള്ളിലാണ് പനി തുടങ്ങുക. ശക്തമായ തലവേദന, പേശിവേദന, സന്ധിവേദന, തൊലിപ്പുറത്തെ തടിപ്പുകൾ, ഛർദി, വയറുവേദന, ചുമ എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രധാന ലക്ഷണങ്ങളാണ്. ചിക്കുൻഗുനിയ വൈറസ് പരത്തുന്നതും ഈഡിസ് കൊതുകുകൾ തന്നെ. കൊതുകിന്റെ കുത്തേറ്റ് 2-ാം ദിനം മുതൽ പനി തുടങ്ങാം. ചിലപ്പോൾ 7-ാം നാൾ വരെ വൈകാം. തലവേദന, കണ്ണുവേദന, സന്ധിവേദന, നടുവേദന, തൊലിയിലെ തടിപ്പുകൾ എന്നിവയാണ് ചിക്കുൻഗുനിയയുടെ ലക്ഷണങ്ങൾ. ചിലർക്ക് കഠിനമായ സന്ധിവേദനയും സന്ധികളിൽ നീർവീക്കവും ഉണ്ടാകും. സന്ധിവേദന മാറാൻ കൂടുതൽ സമയമെടുത്തെന്നും വരും. പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുക, പ്രധാന അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുക തുടങ്ങിയ സങ്കീർണതകൾ ചിക്കുൻഗുനിയയിലും ഉണ്ടാവാം. അനോഫിലിസ് പെൺകൊതുകുകളാണ് മലമ്പനി രോഗം പരത്തുന്നത്. കൊതുക് കടിയേറ്റ് 2 ആഴ്ചയ്ക്കുള്ളിൽ പനി തുടങ്ങും. വിറയലോട് കൂടിയ ഇടവിട്ട പനി, ശക്തമായ തലവേദന, വയറുവേദന, ഛർദി, മഞ്ഞപ്പിത്തം എന്നിവ പ്രധാന ലക്ഷണങ്ങളാണ്. എല്ലാ ദിവസവും ഒരു പ്രത്യേക സമയത്ത് മാത്രം പനിക്കുക, ഇടവിട്ട ദിവസങ്ങളിൽ മാത്രം പനിക്കുക എന്നിങ്ങനെയുണ്ടെങ്കിൽ മലമ്പനിയാകാം. പനി വിട്ടൊഴിയുമ്പോൾ അമിതമായി വിയർക്കുന്നതും സാധാരണമാണ്. ഇതുപോലെ രോഗങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. Our email ID ask@drmims.com. We will meet tomorrow with another episode. Thank you.